അല്ല എടാ നിന്റെ വണ്ടി കിട്ടില്ലടാ? ഇല്ല ചാ, അവര് വിളിക്കാന്നല്ലേ പറഞ്ഞേ, ഇതൊരു വിളിച്ചില്ല. ആ പിന്നെ ഞാനവിടെ വന്ന കാര്യമൊന്നും ഭാമി അറിയരുത്. നമ്മളൊന്നും സംസാരിച്ചൊന്നും പറയണ്ട. നീ നിന്റേതായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഭാമ ഇങ്ങോട്ട് പറഞ്ഞോളൂ. അച്ഛൻ അറിയാലോ, ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മയിട്ട് വലിയ സ്നേഹത്തോടെ അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ അത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരുമോ? അങ്ങനൊന്നും ഉണ്ടാവത്തില്ലടാ. ഇപ്പൊ നിന്നെ ഞാനാ ഇങ്ങോട്ട് വിളിച്ചെങ്കിലേ നിന്നെ ഒന്ന് കാണാൻ മനസ്സുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന സമയമാ. എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിലേ എല്ലാം ഇങ്ങോട്ട് പോരട്ടാ. നീ എപ്പോ വന്നു? ഞാൻ പോകുന്നുള്ളൂ. എന്നാ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അല്ല ചായ ഒന്നും വേണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. എന്തായാലും നീ ഇരിക്കേ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലടാ ഭാമ മാറിയെന്ന്. ഇല്ലെങ്കിൽ നിന്റെ മറുപടിക്ക് പഴയ ഭാമയായിരുന്നെങ്കിലേ എന്തായിരിക്കും മറുപടി പറയാന്ന് അറിയൂ? അതെന്താടാ എന്റെ കൈ കൊണ്ടുണ്ടാക്കി ചായ കുടിക്കലെന്നേ നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ എന്ന്? അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഭാമ പൂർണ്ണമായും മാറിയെന്ന്. നിന്നോടെ അവൾക്ക് എന്നേക്കാൾ കൂടുതൽ കാര്യം പറയാനും ഉണ്ട്. എന്താ വന്നപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ അച്ഛന്റെ ഈ രഹസ്യം പറച്ചില്. എന്താ കാര്യം? അല്ല അച്ഛൻ പറയുന്നേ, ഞാനെന്തിനാ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്നത്, ഇവിടെ താമസിച്ചാൽ മതിയില്ലേ എന്നൊക്കെയാ. അത് അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ? നിനക്ക് ഇവിടെ താമസിക്കാലോ. ആരും നിന്നെ വഴക്ക് പറയാൻ പോകുന്നില്ല. പ്രായമായ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീ തന്നെയല്ലേ? ശരിയല്ലേടാ? നീയല്ലേ ഞങ്ങളെ നോക്കണ്ടേ? നീ ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം പറ. ഇതിങ്ങനെ ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അല്ല ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ. പിന്നെ ഭാര്യയും മോളും അവരവിടെ ഒറ്റയ്ക്കായിട്ട് എനിക്കിവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. അതിന് നിന്നെ മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. എടാ നിന്റെ ഭാര്യയെ മോളെയും കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നേ. പക്ഷെ അത് അമ്മ പറയുന്നില്ലല്ലോ. എടാ അത് നിന്റെ അമ്മ സമ്മതിച്ചോണ്ടില്ലേ നിന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്? അല്ലാതെ കല്യാണം കഴിച്ച മോനോട് ഒറ്റയ്ക്ക് ഒന്ന് താമസിക്കുക ഏതെങ്കിലും അമ്മ പറയോ? ഇല്ലല്ലോ പിള്ളേ, ഒരിക്കലും ഇല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ഒരു തീരുമാനം ഞാൻ പറയാം. അച്ഛനും അമ്മയും കൂടി നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവാണെങ്കിൽ ഞാൻ വരാം. ഞാനും ശാലിനിയും കുട്ടിയോടും നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാം. പക്ഷെ താമസം നമ്മുടെ പഴയ വീട്ടിലായിരിക്കണം. അതിനിപ്പോ എന്താ? അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോന്നേ. അതിപ്പോ നമ്മുടെ പേര് കിടക്കുന്ന വീടില്ലയോ? അത് അമ്മ പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമ്മൾ താമസിക്കാൻ വരണോ വേണ്ടെന്നൊക്കെ. ഹലോ അനു, എന്തായി വണ്ടി റെഡി ആയില്ലേ? മാഡം ഓഫീസിൽ വന്നു. ഞാൻ അവരൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് വണ്ടിയും കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശരി. എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നാ, ഞാനിപ്പോ എന്നാ ഇറങ്ങാ. അപ്പൊ അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അച്ഛാ പോയിട്ട് വരാം. പോയിട്ടോ. അവൻ പറഞ്ഞാലും കാര്യമുണ്ട് ഭാമേ. എന്റെ അഭിപ്രായം അത് തന്നെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം.
പകുതി സമ്മതിച്ച മട്ട നടക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നടന്നാ മതിയായിരുന്നു. അപ്പോഴേ ഒരു കാര്യം ഉറപ്പാ, അമ്മ അറിഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് അമ്മ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ശ്യാമേ, കുഞ്ഞേച്ചി, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നല്ല സമയത്താ നീ വിളിച്ചത്. പഴയ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ നീ വിളിക്കുന്നത്. എല്ലാം നടക്കും കുഞ്ഞേച്ചി. സത്യമ്മയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഞങ്ങളുടെ ഈ പോക്ക് വെറും ഒരു ടൂർ പ്രോഗ്രാം മാത്രമായിരുന്നില്ല, കുറച്ചധികം അമ്പലങ്ങളിലും പോയി. എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ചതും ഒരേ കാര്യമാ, പണ്ട് നമ്മൾ കഴിഞ്ഞതുപോലെ നമുക്ക് ആ വീട്ടിൽ കഴിയണം. സത്യാമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ. നമുക്ക് അങ്ങനെ ഒരു കാലം വരൂ കുഞ്ഞേച്ചി? അതിന്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിന്റെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചെന്ന് തോന്നുന്നു. നീ പെട്ടെന്ന് വാ, നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ശരി കുഞ്ഞേച്ചി. ശ്യാമേ, ഉം.